ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ നടന്നൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാനാട്ടോ. ഇന്നലെ ഒരു 7:30, 8 ഒക്കെ ആയപ്പോൾ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 9 ഒക്കെ ആയപ്പോൾ വെച്ച് ഓക്കെ നമ്മുടെ വലിയൊരു ഫസ്റ്റ് കഴിക്കണ്ടേ, അത് ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രില്ല് ചെയ്തു. കഴിച്ചുകൊണ്ടിരിക്കുക വലിയൊരു മുള്ള് പീലുണ്ട് തൊണ്ടേ കുടുങ്ങി. അപ്പോൾ ഫസ്റ്റിന് പാനിക്കായി പോയി, കുറേ കഫ് ഔട്ട് ചെയ്ത് നോക്കി, പക്ഷേ സംഭവം വരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ നോക്കി, അതായത് കുറച്ച് ഒലീവ് ഓയിൽ, ബനാന, കോള ഇതൊക്കെ കഴിച്ച് നോക്കി, പക്ഷേ സംഭവം പുറത്തോട്ട് വരുന്നില്ല. അവൾക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതവിടെ ഉണ്ടെന്ന്. നമ്മൾ നേരെ ഹമദ് എമർജൻസിയിൽ കൊണ്ടുപോയി. ഈ സമയം എന്ന് പറയുന്നത് ഒരു 10:30, 11 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടെ കൊണ്ടുപോയപ്പോൾ അവർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, സംഭവം കിട്ടുന്നില്ല. അപ്പോൾ അവർ നേരെ സിദ്രയിലേക്ക് റെഫറൽ വന്നു കേട്ടോ. അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ENT നോക്കിയാൽ തന്നെ ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. നേരെ നമ്മൾ സിദ്രയിൽ പോയി അവിടെ ആദ്യം അസസ് ചെയ്ത് അവർക്ക് കണ്ടില്ല. പിന്നെ കുറച്ച് നേരം കിടത്തി റിലാക്സ് ചെയ്ത് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ എടുത്ത് പറയേണ്ടത് കേട്ടോ. എത്രത്തോളം പേഷ്യൻസിനെ കംഫർട്ടാക്കാൻ പറ്റും അത്രത്തോളം കംഫർട്ടാക്കി. അതും ആ ഒരു ഒബ്സർവേഷൻ റൂമിൽ TV ഒക്കെ വെച്ചിട്ടുണ്ട്, ഫുൾ ടൈം കാർട്ടൂൺ പ്ലേ ചെയ്ത്, അതായത് മാക്സിമം പേഷ്യൻറ്റിനെ കംഫർട്ടാക്കുക എന്നുള്ളൊരു എയിമോട് കൂടിയിട്ട് തന്നെ. നേഴ്സൊക്കെ ആണെങ്കിൽ എത്ര നല്ല അടിപൊളിയായിട്ട് സംസാരിക്കണം. ഈവൻ ഇവിടുത്തെ സെക്യൂരിറ്റീസ് എത്ര പൊളൈറ്റായിട്ട് സംസാരിക്കുന്നത്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ. പിന്നെ നമുക്ക് ഇവിടേക്ക് ഈ ഹമദിന് റെഫറൽ കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റ രൂപയും നമുക്ക് ചിലവായിട്ടില്ല കേട്ടോ. പിന്നെ നാട്ടിലുണ്ട് കുറേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അവിടുത്തെ ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് പോലും കേൾക്കാനുള്ള സമയമില്ല അവർക്ക്. അങ്ങനെയാണ്. നേഴ്സുമാരാണെങ്കിലും വളരെ റൂഡായിട്ടൊക്കെയാണ് ചിലവരൊക്കെ സംസാരിക്കാറ് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അടിപൊളിയാണ്. പിന്നെ എന്തായാലും നമ്മൾ ആ സമയമില്ലേ പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പോകുന്നതാണ് അടൽ തട്ടടയിൽ പോയിട്ടോ. അവിടെ പാതിര മെനു ഉണ്ടാവാറുണ്ട്, ബിരിയാണിയൊക്കെ കോംബോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല, കാരണം ഈ നോമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം വേറൊരു മെനു ആണ് അവർ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെയാണ്. പക്ഷേ ഇത് കുറേ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മാങ്ങയും ഇങ്ങനെ കുറേ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ സംഭവങ്ങളായിരുന്നു. നമ്മളതൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് നോക്കി അങ്ങനെ തന്നെ. പിന്നെ കുറേ വ്ളോഗേഴ്സ് പുറത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ RJ സൂരജ് ഇവരിങ്ങനെ കുറേ വ്ളോഗേഴ്സ് ഇല്ലേ, അതൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ കണ്ടിരുന്നു. പിന്നെ എന്തായാലും പുറത്ത് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ബീഫ് കോക്കനട്ട് ഫ്രൈയും ഒരു 4 നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ട് എല്ലാവർക്കും ഓരോ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടോ. പിന്നെ സമയം എന്ന് പറഞ്ഞാൽ ഒരു 3 AM ആണ്. അതുകൊണ്ട് തന്നെ അധികമൊന്നും